ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാഷ് OET. ഇന്ന് നമുക്ക് റീഡിങ്ങിൻ്റെ തന്നെ കുറച്ച് സിനോണിംസും കൂടെ കൂടി പഠിക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 10 സിനോണിംസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് എഗെയിൻ ഒരു 10 സിനോണിംസും കൂടെ നമുക്ക് പഠിക്കാം. നമ്മൾ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ OET പഠനം തുടങ്ങുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പണ്ടത്തെ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് കരുതിക്കൊണ്ട് നമുക്ക് കുറച്ചധികം വേർഡ്സ് ഇതുപോലെ സിനോണിംസ് ഒത്തിരിയൊന്നുമില്ല, ഒരു ദിവസം ഒരു 10 വേർഡ്സ് അല്ലേ ഉള്ളൂ. അങ്ങനെ അതിൻ്റെ നോട്ട് എഴുതി വെച്ച് നമ്മൾ ആ ഒരു 10 വേർഡ്സ് നമ്മൾ റെഗുലറായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ OET പഠനം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എക്സാമിന് തൊട്ട് മുന്നേ ഒരുപാട് സിനോണിംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ സിനോണിംസ് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ C പാർട്ടിലും B പാർട്ടിലും ഒക്കെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേതെങ്കിലുമൊക്കെ ഉറപ്പായും സിനോണിംസ് ഉണ്ടാവും. എല്ലാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല, പക്ഷേ കുറേ വേർഡ്സ് നമുക്ക് വൊക്കാബുലറീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഈ സിനോണിംസൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും തന്നെ ചോദിക്കുന്ന സിനോണിംസ് ആണ്. സോ നമുക്ക് സിനോണിംസ് പഠിക്കുന്നത് എന്തുകൊണ്ടും റീഡിങ് സ്കോർ ഉയർത്താനായിട്ട് ഒത്തിരി സഹായിക്കും. ഓടി വന്ന് റീഡിങ്ങിൻ്റെ മെറ്റീരിയൽ എടുത്ത് അത് ചെയ്ത് അതിൻ്റെ സ്കോറ് ഒരു 350 ആക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന പിള്ളേരാണേലും ആദ്യം തന്നെ പറയുന്നത് ഞങ്ങളുടെ റീഡിങ് എബിലിറ്റി വളരെ ലോയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതും നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നമുക്കറിയാമല്ലോ, നമ്മൾ റെഗുലറായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലും നമ്മൾ പുറത്ത് പോയാലൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മളെ കൊണ്ടാകും. പക്ഷേ റീഡിങ്ങിൻ്റെ B പാർട്ടും C പാർട്ടും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് കുറച്ചുകൂടെ ടഫാണ്, ഇത്തിരി കൂടി തിക്കാണ്. നമ്മൾക്ക് മനസ്സിലാകാവുന്നതും കുറച്ചുകൂടി ടഫാണ്. ഒരു റെഗുലർ പ്രാക്ടീസും കൊണ്ട് മാത്രമേ നമ്മൾക്കത് സാധിക്കുകയുള്ളൂ. നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ടഫാണ് എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല എന്നല്ല കേട്ടോ. ആദ്യത്തെ ദിവസങ്ങളിൽ ടഫായിരിക്കും, പക്ഷെ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തു അത് ചെയ്യേണ്ട രീതിയിൽ ഇതുപോലെ വൊക്കാബുലറീസൊക്കെ പഠിച്ച് നമ്മൾ മലയാളത്തിലോട്ടേക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു പോയാൽ നമുക്കൊരു 10 ദിവസം കൊണ്ട് റീഡിങ് ഏകദേശം നമുക്ക് ഈസിയാകും. വിത്തിൻ 1 മന്ത് നമുക്ക് റീഡിങ് നമ്മുടെ കയ്യിലാകുക തന്നെ ചെയ്യും. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കുട്ടികൾക്കാണ്. ഇനി കുറച്ചുകൂടി അറിയാവുന്ന കുട്ടികൾക്കാണെങ്കിൽ അതനുസരിച്ച് ഒരു 20 ഡേയ്സിനുള്ളിൽ റീഡിങ് ഏകദേശം നന്നായിട്ടാകും. അപ്പോൾ പ്രാക്ടീസ് വിത്ത് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ വൊക്കാബുലറീസൊക്കെ പഠിച്ച് മീനിങ് ഒക്കെ പഠിച്ച് അങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സിനോണിംസിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ ഫസ്റ്റ് വേർഡ് ഇന്നത്തേത് ഡിസ്ട്രപ്ഷനാണ്. ഡിസ്ട്രപ്ഷൻ ഞാൻ ഇതിൻ്റെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് കൊടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ലിസണിങ്ങിൻ്റെ വേർഡ്സ് ഇട്ടപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ആരോ ഒരാൾ അതിൻ്റെ എഴുതി വേണമെന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ നോക്കിയാൽ മതി. സോ ഞാൻ അതുകൊണ്ട് സ്പെല്ലിങ്ങിലോട്ട് പോകുന്നില്ല, വേർഡ്സ് മാത്രം പറഞ്ഞു വിടാം. ഫസ്റ്റ് വേർഡ് ഈസ് ഡിസ്ട്രപ്ഷൻ. നമുക്ക് ഡിസ്ട്രപ്ഷൻ ഒത്തിരി ചോദിക്കുന്നൊരു വേർഡാണ് കേട്ടോ. നമ്മുടെ ഇത് ഓൾമോസ്റ്റ് എല്ലാ മിക്ക മെറ്റീരിയലിലും റീഡിങ്ങിൻ്റെ മെറ്റീരിയലിലും നമുക്ക് കാണാൻ പറ്റും. 10 മെറ്റീരിയൽ എടുത്ത് അതിനകത്ത് 6 മെറ്റീരിയലിനകത്തും ഡിസ്ട്രപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഞാൻ പിള്ളേർക്ക് റീഡിങ് ഉള്ളി എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ റീഡിങ്ങിൻ്റെ മാത്രമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി ഈ വേർഡ്സ് കാണാറുണ്ട്. അപ്പോൾ ഡിസ്ട്രപ്ഷൻ, ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഇൻ്റർഫിറൻസ്, 2 വേർഡാണുള്ളത്. ഇൻ്റർഫിറൻസ് ഓർ ഒബ്സ്റ്റക്കിൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്നത്. അത് ഒബ്സ്റ്റക്കിൾ എന്നുള്ള വാക്കൊക്കെ നമുക്കറിയാം, അത് തടസ്സം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം മീനിങ് വരുന്നത്. ഈ 2 വേർഡ് പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തത് സൈമിൾട്ടേനിയസ്ലി. ഓക്കെ, അത് ഇമ്മീഡിയറ്റ്ലി, കൺകറൻ്റ്ലി, 2 വേർഡ്സാണ് അതിനുള്ളത്. ഇമ്മീഡിയറ്റ്ലി, കൺകറൻ്റ്ലി, പെട്ടെന്ന് എന്നുള്ള ഒരു വാക്കാണ് അതിനകത്തുള്ളത് മീനിങ് വരുന്നത്. നെക്സ്റ്റ് തേർഡ് വേർഡാണ് കോമോർബിഡിറ്റീസ്. ഇതും എപ്പോഴും കാണുന്നൊരു വേർഡാണ്. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് എന്നൊക്കെ പോലെ തന്നെ കാണുന്ന മറ്റൊരു വേർഡാണിത്. ഇതിൻ്റെ മീനിങ് വരുന്നത് കോ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിൽ, അതുപോലെ തന്നെ കോ ഒക്കറിങ് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് കോമോർബിഡിറ്റീസ്.
സോ മൂന്നാമത്തെ വേർഡും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫോർത്ത് വേർഡിലേക്ക് പോകാം. പെർസിസ്റ്റൻറ്റ്. ഫോർത്ത് വേർഡ് പെർസിസ്റ്റൻ്റ് ആണ്. അതിൻ്റെ സിനണിംസ് വരുന്നത് ഡിറ്റർമൈൻഡ്, കോൺസ്റ്റൻറ്റ്. ഇനിയും ഉണ്ടാവും കേട്ടോ വേർഡ്സ്. ഞാനിപ്പോൾ 2 പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ വേർഡ് കിട്ടിയല്ലോ പെർസിസ്റ്റൻ്റ്, അപ്പോൾ കുറച്ചുകൂടി സെർച്ച് ചെയ്താൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമില്ല, 2 പഠിച്ചാൽ മതിയാകും. ഡിറ്റർമൈൻഡ്, കോൺസ്റ്റൻറ്റ്. ഓക്കെ. ഫിഫ്ത്ത് വേർഡ് ലിബറേഷൻ. ലിബറേഷൻ എന്നുള്ളതാണ് ഫിഫ്ത്ത് വേർഡ്. ഡിസ്ചാർജ് ഓർ റെസ്ക്യൂ. ഡിസ്ചാർജ് ഓർ റെസ്ക്യൂ. ഇതാണ് 2 വേർഡ്സ് സിനണിംസ് ആയിട്ട് ലിബറേഷൻ്റെ ഉള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം. 7th വണ്ണാണ് ആൾട്ടർനേറ്റീവ്. ആൾട്ടർനേറ്റീവിൻ്റെ മറ്റ് 2 വേർഡ്സാണ് അതർ, അനദർ. അതറും അനദറും സെയിം വേർഡാണ്, സെയിം മീനിങ് ആണ് വരുന്നത്. ആൾട്ടർനേറ്റീവിനുള്ള 2 സെയിം വേർഡ്സാണത്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം. 7th വേർഡാണ്. സോറി, ഐ തിങ്ക് ഇറ്റ്സ് യെസ്, 7th വേർഡ് ഇൻവേഡേഴ്സ്. ഇൻവേഡേഴ്സ് 2 വേർഡ്സ് ഉണ്ട്. റെയ്ഡർ, അറ്റാക്കർ. റെയ്ഡർ, അറ്റാക്കർ. അതാണ് ഇൻവേഡേഴ്സിൻ്റെ സിനണിംസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് 8th വേർഡിലേക്ക് പോകാം. ഡെനീഡ്. ഡെനീഡ്. റെഫ്യൂസ്, റിജക്റ്റ്. എപ്പോഴും കാണുന്നൊരു വാക്കാണ് ഡെനീഡ്. ഹി ഡെനീഡ്, ഷി ഡെനീഡ്. സോ അവർ റെഫ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. റെഫ്യൂസ് ഓർ റിജക്റ്റ്. നെക്സ്റ്റ് 10th വേർഡിലേക്ക് നമുക്ക് പോകാം. ക്രെഡിബിൾ. ക്രെഡിബിൾ, ഇൻക്രെഡിബിൾ എല്ലാം കറക്റ്റാണ് കേട്ടോ. ക്രെഡിബിൾ അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്ന സിനണിംസ് ആയിട്ട് വരുന്നത് ഷ്യൂർ, വാലിഡ് ആണ്. ഷ്യൂർ, വാലിഡ്. സോ 2 വേർഡ്സ് ഉണ്ട് ക്രെഡിബിളിൻ്റെ സിനണിംസ്. 10th വേർഡ് റെക്യൂപ്പറേറ്റ്. റെക്യൂപ്പറേറ്റ്. ഓക്കെ, സിനണിംസ് വരുന്നത് റിട്രീവ്, റീഗെയിൻ. റിട്രീവ്, റീഗെയിൻ. സോ ഇന്ന് നമ്മൾ 10 വേർഡ്സ് പഠിച്ചു. 10 വേർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ കൂടി ഒന്ന് നോക്കാം. ഡിസ്ട്രപ്ഷൻ, ഒബ്സ്റ്റക്കിൾ ആൻഡ് ഇൻ്റർഫിറൻസ്, comorbidities, coexisting conditions or co-occurring conditions, simultaneously, immediately and concurrently. 4th one persistent, determined and constant ആണ്. 5th word is liberation, discharge or rescue. 6th word വന്നിട്ട് alternative, അതിൻ്റെ വന്നിട്ട് other and another ആണ്. 7th വേർഡ് ഇൻവേഡേഴ്സ് ആണ്. റെയ്ഡർ ഓർ അറ്റാക്കർ, ഈ 2 സിനണിംസ് ആണുള്ളത്. 9th വേർഡ് ഡെനീഡ്, റെഫ്യൂസ്, റിജക്റ്റ്. 8th വേർഡ് 10th വേർഡ് ക്രെഡിബിൾ, ഷ്യൂർ, വാലിഡ്. 10th വേർഡ് റെക്യൂപ്പറേറ്റ്, റിട്രീവ്, റീഗെയിൻ. നമ്മൾ 10 വേർഡ്സ് പഠിച്ചു. ഓക്കെ, അപ്പം നമുക്കറിയാം റീഡിങ്ങിന് സിനണിംസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സിനണിംസ് നന്നായിട്ട് പഠിച്ച് മാത്രമേ നമുക്ക്, സിനണിംസ് ആണ്, സിനണിംസ് മീൻസ് എന്താണ്, മീനിങ് ആണ് അല്ലേ. മീനിങ് പഠിക്കാതെ നമുക്ക് റീഡിങ്ങിൻ്റെ ഒരു നന്നായിട്ടൊരു മാർക്ക്, ഒരു 350 എന്ന് പറയുന്നത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോസിബിൾ ആണ്. ലിസണിങ് ആയാലും അങ്ങനെ തന്നെയാണ്. ലിസണിങ്ങിനായാലും സിനിമയും തന്നെയാണ്, നമ്മൾക്ക് അവിടെയും ലിസണിങ് തന്നെയാണ്. ഇപ്പം നമ്മൾക്ക് ഓഡിയോ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ഓപ്ഷനകത്ത് അവർ പറയുന്നത്, ഫോർ എക്സാമ്പിളാണ് ഡിറ്റർമിനേഷൻ എന്നുള്ളത് പറയുമ്പോൾ അതിൻ്റെ സെയിം സിനണിംസ് ആയിരിക്കും അവർ ഓഡിയോയിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഡിറ്റോറിയേറ്റഡ് എന്നുള്ള വാക്കാണെങ്കിൽ അവർ ഓഡിയോയിൽ പറയുന്നത്, നമ്മുടെ പേജിൽ നമ്മുടെ ഓപ്ഷനകത്ത് ഡിറ്റോറിയേറ്റഡ് എന്നുള്ള വാക്കുണ്ടെങ്കിൽ അതിൻ്റെ സെയിം സിനണിംസ് ആയിരിക്കും അവർ ഓഡിയോയിൽ ഉപയോഗിക്കുക. അല്ല സെയിം ആ ഓഡിയോയിൽ ഡിറ്റോറിയേറ്റഡ് എന്നുള്ള വാക്ക് പറയില്ല. അപ്പോൾ വൈറ്റൽ എന്നുള്ളതാണ് ഓപ്ഷനിലുള്ളതെങ്കിൽ അതിൻ്റെ സെയിം ഓഡിയോയിൽ അവർ വൈറ്റൽ എന്നുള്ള വാക്ക് പറയില്ല. അതിൻ്റെ സിനണിമേ പറയുള്ളൂ. ഇമ്പരേറ്റീവിലെന്നോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും മറ്റൊരു വാക്കേ അവരത് പറയുള്ളൂ. അപ്പോൾ സിനണിംസിന് റീഡിങ്ങിൽ മാത്രമല്ല ലിസണിങ്ങിലും വളരെ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ
അപ്പോൾ സിനോണിംസ് നന്നായിട്ട് പഠിക്കുക. സിനോണിംസ് പഠിക്കുന്നതിലൂടെ റീഡിങ്ങും ലിസണിങ്ങും കിട്ടാനായിട്ട് നമുക്ക് ഈസിയാകും. പിന്നെ എപ്പോഴും റീഡിങ്ങിൻ്റെ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് എ പാർട്ടിൽ നിന്നാണ്. അപ്പോൾ എ പാർട്ടിലെ 20ൽ നമുക്കൊരു ഔട്ട് ഓഫ് 20 OET സജസ്റ്റ് ചെയ്യുന്നത് 16 വേണം എന്നാണ്. 20ൽ 16 വേണം എന്നാണ് എ പാർട്ട്. 20ൽ ഒരു 16 ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ നമുക്ക് B ഉണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ച് അവർ Bയിലും Cയിലും സ്കോർ കൂട്ടിയിട്ടുണ്ട്. എ പാർട്ടിൽ ഒരു 16. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് 14 ആണ്. ആ 14ൽ അവർ പറയുന്നത് 4 ആണ് എ പാർട്ടിൽ നിന്നും പറയുന്നത്. പിന്നെ 5 ഈച്ച് സിയിൽ നിന്ന്. 8ൽ ഔട്ട് ഓഫ് 8 ഒരു 5 വേണം. പിന്നെ അടുത്ത ഔട്ട് ഓഫ് 8ലും ഒരു 5 വേണം. പിന്നെ 4 ആണ് Bയിൽ ഔട്ട് ഓഫ് 6ൽ പറയണത്. അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോഴാണ് അവർ മൊത്തത്തിൽ വന്നിട്ട് 30 പറയുന്നത്. പക്ഷെ നമ്മളെപ്പോഴും ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ചില പിള്ളേർക്ക് എ പാർട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അതും ഈ സിനോണിം പോലെ തന്നെയാണ്. എപ്പോഴുമുള്ള ഒരു ക്വസ്റ്റ്യനാണ് ലിംസ്. ലിംസ് ഈസ് ഈക്വൽ ടു എന്താണ്? ലെഗ്, ആമാണ്. ലെഗ്സ് ആൻഡ് ആമാണ് നമ്മൾ ലിംസ് എന്നുള്ള വാക്ക് LIMBS. അപ്പോൾ എന്നിട്ട് ലെഗിനെയും ആമിനെയും ടുഗദർ ചേർത്തിട്ട് പറയുന്ന വേർഡാണത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനകത്ത് ലെഗ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ലെഗ് കോമ അല്ലെങ്കിൽ ആൻഡ് ആംസ് എന്നുണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏത് അവയവത്തെയാണ് ഈ ഡിസീസ് ബാധിച്ചിരിക്കുന്നത്, ലിംസ് ആൻഡ് ഡാഷ് ഇട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്താ? ലെഗ്സ്, പിന്നെ ആം ആണ് കാണുന്നത്. അപ്പോൾ ലെഗ്സ് ആൻഡ് ആം എന്നാണ് കാണുന്നത്. അപ്പോൾ ലെഗ്സ് ഈസ് ഈക്വൽ ടു ലിംസ്, എല്ലുണ്ടല്ലോ. പിന്നെ ആം എന്നുള്ളത്, അപ്പോൾ അതായിരിക്കും നെക്സ്റ്റ് വേർഡ്, ആൻഡ് ആം എന്ന് ചേർക്കും. അങ്ങനെയല്ല, ലെഗ്സ് ആം ഇതിനെ ടുഗദർ വി വിൽ കോൾ ലിംസ് ആണ്. അപ്പോൾ ആ ഒരു വേർഡാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ലിംസ് കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ആൻഡ് ആ പാരഗ്രാഫിൽ വേറെ എവിടെയെങ്കിലും ഇവിടെ തന്നിട്ടുണ്ടാവും. അതേ പാരഗ്രാഫിൽ തന്നെ കുറച്ച് 2-3 സെൻറ്റൻസും കൂടി കഴിയുമ്പോൾ വായിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ സിനോണിംസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എ പാർട്ടിലാണെങ്കിലും സിനോണിംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ മാക്സിമം പറയും, ഞാനല്ല കേട്ടോ, ഒട്ടുമിക്കാലും നമ്മുടെ മറ്റുള്ള ട്രെയിനേഴ്സും അങ്ങനെ തന്നെയായിരിക്കും പറയുന്നത്. എ പാർട്ടിൽ മാക്സിമം നിങ്ങൾക്ക് 20 ഔട്ട് ഓഫ് 20 കിട്ടുവാണെങ്കിൽ അത്രയും നമുക്ക് സന്തോഷിക്കാം. ഓക്കെ, നമുക്കൊരു 350 ഉണ്ട്, സന്തോഷമായിട്ട് നമുക്ക് എക്സാം ഹോളിൽ നിന്ന് പോരാം. ഇനി മാക്സിമം അറ്റ്ലീസ്റ്റ് 18 പിടിക്കണം. കാരണം ചിലതിപ്പം 2 എണ്ണം ഭയങ്കര ഇൻഡയറക്റ്റ് ആയിരിക്കും, അത് നമുക്ക് കിട്ടില്ല, കണ്ടുപിടിക്കാൻ പാടായിരിക്കും, ഇൻഡയറക്റ്റ് ആയിരിക്കും, ഭയങ്കര ഇൻഡയറക്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ 18 മാക്സിമം എങ്ങനെ പോയാലും 18 നമ്മൾ പിടിക്കണം. പിന്നെ നമുക്കൊരു 12, അത് 12 വരുമ്പം 4 വന്നാലും നമുക്ക് 12 ആയി. ഇച്ചിരിയോടെ എളുപ്പമാണെങ്കിൽ ഒരു 5 ഒക്കെ കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ഉറപ്പിച്ചു കിട്ടുന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും സിയിൽ നിന്നും എത്ര വെച്ച് പിടിച്ചാൽ ഒരു 350 കിട്ടും എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 10 സിനോണിംസ് പഠിച്ചു. കുറച്ച് റീഡിങ്ങിന് എങ്ങനെ റീഡിങ്ങിനകത്ത് B സ്കോർ എളുപ്പത്തിൽ കിട്ടാമെന്നുള്ള ഒരു ചെറിയ കുറച്ച് ഡിസ്കഷൻ തന്നു. പിന്നെ ലിംസിൻ്റെ എന്താണെന്നുള്ള പറഞ്ഞു. പിന്നത്തെ ക്ലാസ്സിൽ ഇതാണ്. അടുത്ത ദിവസം നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒത്തിരി പിള്ളേർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് റൈറ്റിംഗ് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ, എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റിംഗ് അങ്ങനെ ഒരു കാർഡ് വെച്ചിട്ട് അങ്ങനെ എക്സ്പ്ലനേഷൻ കുറവാണല്ലോ. നമുക്ക് റൈറ്റിംഗ് ഒക്കെ ഒന്ന് അടുപ്പിച്ച് ഓരോ ദിവസവും ഞാൻ റൈറ്റിങ്ങിൻ്റെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.